ഹായ് വെൽക്കം ബാക്ക് ടു മൈ അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് കേട്ടോ. ചപ്പാത്തി ചെറുപയർ കറിയായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇന്ന് ഞങ്ങൾക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ്. ഇന്ന് ഞങ്ങൾ ജിമ്പുക്കുട്ടൻ വരികയാണ്. ആൾ തൃശ്ശൂരായിരുന്നു. അപ്പം അവിടെ ഇരുന്നിട്ട് പഠിക്കലും കാര്യങ്ങളൊന്നും കറക്റ്റ് ആവുന്നില്ല. ടി വി കാണലും ഫോൺ കാണലൊക്കെയാണ് കൂടുതൽ. അപ്പം ഞങ്ങൾ നൈസായിട്ട് എക്സാം വരെ ഇവിടെ നിർത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് ത്രില്ലായിട്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ. ഇത് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നാടൻ ചീരയായിരുന്നേ. മൂപ്പ് കൂടുതലായിരുന്നു, പക്ഷേ എങ്കിലും ഇലകളൊക്കെ എടുക്കാമല്ലോ. അപ്പൂസൻ രണ്ടാമത്തെ ട്രിപ്പും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഇവർ ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പല്ല, അച്ഛൻ ആക്ച്വലി ഒരു ബാങ്കിലേക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോവുകയാണ് അച്ഛനും അമ്മയും. അപ്പം ഞങ്ങൾ കൂടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് അമ്മ രണ്ടുപേരും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും റെഡിയാക്കി കൊണ്ടിരിക്കുവാണ്. അപ്പോൾ രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ അടുത്ത് ഒരേപോലെ എടുത്ത് വെച്ച് രണ്ടുപേർക്കും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നല്ല വഴക്കാവും. അങ്ങനെ അവർക്ക് പോകാനുള്ള ഓട്ടോ വന്നു. അവരിനി ഉച്ചയ്ക്കാണോ അതുപോലെ വൈകിട്ടാണോ എപ്പോഴെത്തുന്ന ഒരു ഐഡിയ ഇല്ല. കാരണം ബാങ്കിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുവരയ്ക്കും ഞാനും കുഞ്ഞു ബേബിയും മേമയും മാത്രം. പിന്നെ കുറച്ച് റെസ്റ്റിംഗ് ടൈം ആയിരുന്നു. കാരണം കുട്ടികളൊക്കെ റെഡിയാക്കി വിട്ടപ്പോഴേക്കും ഞാൻ നല്ല ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊരു ഫിലിം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പെൻഡിങ് കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയി. ചീരയുടെ ഇലയൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് തോരൻ ഉണ്ടാക്കാനാണല്ലോ. അതിനിടയ്ക്ക് നമ്മൾ അമ്മുക്കുട്ടൻ വന്നു. അപ്പോൾ ചീരത്തോരൻ ഉണ്ടാക്കുന്നത് ഇവിടെ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുക. ദെൻ ഒരു 4 വെളുത്തുള്ളി, ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത്, 2 വറ്റൽമുളക്. ഇവിടെ എരിവ് അങ്ങനെ കൂടുതൽ ഉപയോഗിക്കില്ല, അതുകൊണ്ട് ജസ്റ്റ് വറ്റൽമുളക് 2 ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് പൊട്ടിച്ചിടാം. എന്നിട്ട് ഇലയിടുക, ആവശ്യത്തിന് ഉപ്പിടുക, അടച്ചു വെക്കരുത്. നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നീര് വലിയുന്നത് വരെ ഒന്ന് സിമ്മിട്ടിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ചീരത്തോരൻ റെഡിയാണ് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇടുകയാണെങ്കിൽ, പച്ച തേങ്ങയും കൂടെ ഇടുകയാണെങ്കിൽ അടിപൊളിയാണ്. അതിനിടയ്ക്ക് നമ്മൾ ജിമ്പുക്കുട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളിന്ന് വരുന്നത് കൊണ്ട് ലീവ് എടുത്തിരിക്കുകയാണ് കേട്ടോ, കള്ളത്തി. പിന്നെ ഞാനത് ചെമ്പരത്തി താളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവുണ്ട്, പേരയുടെ ഇലയുണ്ട്, പിന്നെ തുളസിയുടെ ഇലയുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കേട്ടോ താളി ഉണ്ടാക്കാം. ഈ താരനൊക്കെ പോകാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. എനിക്ക് ശരിക്കും ഈ പ്രഗ്നൻസി ആയതിനു ശേഷം ഭയങ്കര താരനാണ്. ഒരു 3-4 ദിവസം കൂടുമ്പോൾ എപ്പോഴും താളിടേണ്ട അവസ്ഥയല്ല, എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് താരൻ കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടുന്നതിന് മുന്നേ ആദ്യം നന്നായിട്ട് എണ്ണയിട്ട് മസാജ് ചെയ്യണം കേട്ടോ. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് താളി അപ്ലൈ ചെയ്യുക. ഇത് ഒരു 10-15 മിനിറ്റൊക്കെ വയ്ക്കാം. നീരിറക്കൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകിക്കളയണം കേട്ടോ. ഒരു 2 ഡ്രോപ്പ് ഷാമ്പും കൂടെ ഇടണേ. ഞാൻ പെട്ടെന്ന് കഴുകിക്കളഞ്ഞു, കാരണം ഓൾറെഡി എനിക്ക് നീരിൻ്റെ സീനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി കുളിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അനിയത്തിക്ക് പ്രൊജക്റ്റ് എഴുതി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കൂടുതൽ നേരം ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞാനാണ് അവൾക്ക് ഇതൊക്കെ എഴുതാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാറ് കേട്ടോ. അമ്മു ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഞാനും. അങ്ങനെ ലഞ്ച് കഴിച്ചു. ഇന്നലത്തെ കുറേ കറികളായിരുന്നു ഇന്ന് കൂടുതൽ. കാരണം അവർക്കിന്ന് നേരത്തെ, അമ്മയ്ക്കൊക്കെ നേരത്തെ പോകേണ്ടത് കൊണ്ട് കറികളൊക്കെ ഞങ്ങൾ തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സീൻ ഞാൻ കാണിച്ചു തരാം. ഇത് അനിയത്തി ഹോർലിക്സ് കട്ട് തിന്നാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചെങ്കിൽ എന്തെങ്കിലും മധുരം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ് ബൂസ്റ്റ് കഴിക്കൽ. പിന്നെ ഇന്ന് എനിക്ക് 32 വീക്സ് ആയി കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഞാൻ ആ ഫോണിൽ കാണിച്ചത്. ഇത് ഞങ്ങളുടെ കുഞ്ഞു ബേബി ഇങ്ങനെ കിടത്തുമ്പം ഇപ്പം കഴുത്തൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പൊക്കാനൊക്കെ തുടങ്ങി കേട്ടോ. തലയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി തുടങ്ങുന്നുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ കുഞ്ഞി പാറു ഏറ്റവും കൂടുതൽ നേരം സമാധാനത്തോടെ ഉറങ്ങിയൊരു ദിവസമാണ്. അല്ലെങ്കിൽ എപ്പോഴും ചേച്ചിക്കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അനക്കും. ഇന്നത് തൊട്ടിൽ സുഖമായിട്ട് ബേബിനെ വിചാരിച്ച് കാണും, അയ്യോ ഈശ്വര എനിക്ക് ഇത്ര നേരം കണ്ടിന്യൂസ്ലി ഉറങ്ങാൻ പറ്റുമെന്നുള്ളതൊക്കെ അങ്ങനെ വിചാരിച്ച് കാണും. കാരണം അത്രയും സൂപ്പറായിട്ട് ആൾ കിടന്നുറങ്ങി. പിന്നെ ഒരു 4:30 ആയി. അപ്പോഴേക്ക് പപ്പയൊക്കെ വന്നു, ബേബികളൊക്കെ വന്നു. അപ്പോൾ അവർ മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാമ്മിക്കുട്ടി എനിക്ക് തരുന്ന സീനാണ് കേട്ടോ ഇത്. പിന്നെ
വാമി തരുന്നത് കണ്ടിട്ടത് അപ്പൂസനും കയ്യിൽ കുറേ പിടിച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൂസ് അങ്ങനെ തരാറൊന്നുമില്ല, പിന്നെ കുറേ നേരമായി കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇന്ന് എനിക്കും മിഠായി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു. കാരണം ഇവർ ഒരു 10 മണിയും കണ്ടായി കാണും ബാങ്കിലെത്തിയപ്പം. അവിടെ നിന്നൊരു 3:45 ആയിട്ടുണ്ടാവും തിരിച്ച് പോരുമ്പോൾ. അപ്പോൾ അത് വരെ ബാങ്കിലായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറികളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം നാളത്തെ വീഡിയോയിൽ ജിമ്പുക്കുട്ടനും ഉണ്ടായിരിക്കും. ഇന്ന് വൈകുന്നേരം എത്തും. ഇത് ശരിക്കും വൈകുന്നേരം വരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പം നാളെ തൊട്ട് ഞങ്ങൾ ജിമ്പു ഉണ്ടായിരിക്കും ഡേ ഇൻ മൈ ലൈഫിൽ.